ദമ്പതിമാർ തമ്മിലുള്ള വഴക്കിനിടയിലുള്ള ഒരു സംഭാഷണമാണ്. നിങ്ങളൊരു മനുഷ്യനാണോ മനുഷ്യ എന്നുള്ളതാണ് ആ ഒരു സെന്റൻസ്. അപ്പോൾ നിങ്ങളൊരു മനുഷ്യനാണോ മനുഷ്യ, അപ്പോൾ മനുഷ്യനല്ലേ. ഞാൻ സാധാരണ ഒരു മനുഷ്യനെന്ന് കേൾക്കുമ്പോൾ വിവേചന ബുദ്ധിയുള്ള, അതുപോലെ കാര്യങ്ങൾക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ള ശേഷിയൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ മനുഷ്യനെന്ന് വിളിക്കുന്നത്. അപ്പോൾ മനുഷ്യനും ഒരു നിർവചനം ഉണ്ടോ? അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് കവിയും എഴുത്തുകാരനുമായിട്ടുള്ള റുഡിയാർഡ് കിപ്ലിംഗ് പറഞ്ഞ ആ ഒരു വാചകം എന്റെ ശ്രദ്ധയിലേക്ക് വരുന്നത്. അല്പം എഴുത്തും വായനയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഇഷ്ടമുള്ള ഒരു സാഹിത്യ പ്രതിഭയാണ് റുഡിയാർഡ് കിപ്ലിംഗ്. അദ്ദേഹം ഒരു കവി അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്നതിലപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ പല വീക്ഷണങ്ങളും ലോകം തന്നെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചവയാണ്. അദ്ദേഹം മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഒരു നിർവചനമുണ്ട്. കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ്. എല്ലാം നഷ്ടപ്പെടുന്ന, എല്ലാം തകർന്ന തരിപ്പണമായിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലും നമുക്ക് വേണ്ടത് എന്താണ്? സമചിത്തതയാണ്. സമയോചിതമായി നമുക്ക് ചിന്തിക്കാനും ആ സമയോചിതമായി ചിന്തിച്ച് നമുക്കൊരു പ്രവൃത്തി ചെയ്യാനുമുള്ള ഒരു കഴിവ്, ആ ഒരു കഴിവിനെയാണ് ഈ സമചിത്തത എന്ന് പറയുന്നത്. എല്ലാം നഷ്ടപ്പെടുന്ന സമയത്തും ആ തിരിച്ചറിവ് ഉണ്ടാവുമ്പോൾ പോലും തല ഉയർത്തിപ്പിടിക്കാൻ ഒരു മനുഷ്യന് കഴിയുന്നുണ്ടെങ്കിൽ അവനാണത്രേ യഥാർത്ഥ മനുഷ്യൻ. ഈ ഭൂമി അവനുള്ളതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശരിയാണല്ലേ? എല്ലാ തോൽവിയിലും, എല്ലാ പരാജയങ്ങളിലും, എല്ലാ നഷ്ടങ്ങളിലും, എല്ലാ തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിലും സമചിത്തത കൈവെടിയാതെ തല ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ തന്നെ കഴിയണം. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ. അത് വീറോടെ വാശിയോടെ പൊരുതി നമുക്ക് നേടിയെടുക്കാനുള്ളതാണ്. ആ ഒരു നല്ല പാതയിലൂടെ ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുള്ളതാണ്. ആ ഒരു സ്ട്രെങ്ത് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതുമാണ്. ഈ ഭൂമി എനിക്കും നിങ്ങൾക്കും, നമുക്ക് ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ്. ഒരാൾ പറഞ്ഞതുകൊണ്ടോ നമ്മുടെ സാഹചര്യങ്ങൾ നെഗറ്റീവ് ആയതുകൊണ്ടോ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ടോ ഒന്നും തന്നെ ഈ ഭൂമിക്ക് നമ്മൾ അവകാശികൾ ആവാതിരിക്കുന്നില്ല. ഈ ഭൂമിക്ക് അവകാശികളായ നമ്മൾ യഥാർത്ഥ മനുഷ്യനാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെ തന്നെ തല ഉയർത്തിപ്പിടിച്ച് ആ സമചിത്തത കൈവിടാതെ ആ സാഹചര്യത്തെ നമ്മൾ കടന്നു ചെല്ലുക തന്നെ വേണം. ഈ സമയവും കടന്നു പോകും. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുവാണ്. മറ്റൊരു കോണ്ടന്റുമായി നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ.